ഒരു വീട്ടിൽ മാന്യനായ ഒരു വ്യക്തി വിരുന്ന് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ബഹുമാന്യനായ മനുഷ്യൻ മറ്റേ വ്യക്തിയോട് പറഞ്ഞു കാണും, ഞാൻ ഇന്നടുത്തുകൂടെ പോകുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അറിയിപ്പ് കൊടുത്തു കാണും. ഇത് രണ്ടിലേതെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാതെ പെട്ടെന്ന് കയറി വന്ന ഒരു വീട്ടിൽ താമസിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. കണ്ടവർ എല്ലാവരും അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ദൈവത്തിന് സ്തോത്രം. ദേശത്ത് വലിയൊരു പിറുപിറുപ്പ്. സക്കായിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. യേശു സക്കായിയുടെ ഭവനത്തിൽ വന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സക്കായി യേശുവിനെ ക്ഷണിച്ചില്ല. ഞാൻ ഇത്രാം തീയതി നിന്റെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് യേശു മുൻപ് കൊട്ടി സക്കായിയോട് പറഞ്ഞില്ല. എന്നാൽ ഒരു പ്രഭാതത്തിൽ എരിഹോവിൽ കൂടെ യേശു നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ആരോടും പറയാതെ ഒരറിയിപ്പുമില്ലാതെ യേശു മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി സക്കായിയെ കണ്ടു. സക്കായി, ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഞാൻ പദ്ധതി ഒരുക്കിയ ഒരു സംഭവമാണ്. എന്നാൽ നിന്നോട് പറഞ്ഞില്ല. എനിക്കും അത് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിക്കുമ്പോഴാണ് നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടിരുന്നെന്നും നീ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണെന്നും കാണാതെ പോയവനാണെന്നും നിന്നെ തേടി പിടിക്കണമെന്നും എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ നിന്റെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ ഒരു ദിവസം ഈ രാത്രിയിൽ നിന്റെ ഭവനത്തിൽ പാർക്കും. പ്രൈസ് ദി ലോർഡ്. സക്കായിയുടെ വയറ്റിൽ ഒരു ആദി. വീട്ടിൽ അതിനുള്ള ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഭാര്യയോടും കുഞ്ഞുങ്ങളോടും വേണ്ടപ്പെട്ടവരോടും ഇത്ര വലിയൊരു മഹത്തായ ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു, അവൻ ഈ രാത്രിയിൽ നമ്മോടുകൂടെ അത്താഴം കഴിക്കുമെന്നൊരു അറിയിപ്പ് കൊടുത്തിട്ടേയില്ല. സക്കായി യേശുവിനോട് കൂടെ ചേർന്ന് നിന്നു. അവൻ്റെ ഭവനത്തിൽ യേശു കടക്കുമ്പോൾ കൂടെ നിന്നവരും കണ്ടവരെല്ലാവരും നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. സക്കായിക്ക് നല്ലൊരു പേരവർ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. റോമ ഗവൺമെൻറ്റിൻ്റെ ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. ആ ദേശത്തിലെ മനുഷ്യർക്ക് അപ്രീതനായ മനുഷ്യൻ. അവരാരും അവനെ ഇഷ്ടപ്പെടുന്നില്ല. അവനോട് എല്ലാവർക്കും വിരോധമാണ്. കാരണം ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവൻ, ഇല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്ന മനുഷ്യൻ, ഒരു സഹാനുഭൂതിയും കൂടാതെ, ഒരു ദയയും ഒരു ദാക്ഷിണ്യവും കൂടാതെ സാധാരണക്കാരുടെ നിന്നും കഠിനമായ പ്രവൃത്തികളാൽ വാക്കുകളാൽ പണം പിരിച്ചവൻ്റെ മേലധികാരികളെ പ്രസാദിപ്പിക്കുന്നവൻ. അവനെ വിളിക്കുന്ന പേരാണ് പാപി. അവൻ്റെ വീട്ടിൽ യേശു കടന്നു വരിക എന്ന് പറഞ്ഞാൽ പൊതുവിൽ അംഗീകരിക്കുവാൻ കഴിയാത്തൊരു സംഭവമാണ്. അവർ പിറുപിറുത്തു. അവരോട് ആരാണ് മറുപടി പറയുന്നത്? അവർക്കൊരു സന്ദേശം കൊടുക്കണമല്ലോ. എന്തുകൊണ്ട് യേശു അവിടെ കടന്നു വന്നെന്നുള്ളതായ ഒരു ന്യായം, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം പൊതുവിൽ ധരിപ്പിക്കണം. ആര് പറയും? സക്കായിക്ക് എന്തറിയാം? എന്ത് മറുപടിയാണ് സക്കായി കൊടുക്കുന്നത്? ഞാൻ അതിന് യോഗ്യനായതുകൊണ്ടാണ് എൻ്റെ ഭവനത്തിലേക്ക് വന്നതെന്ന് പറയാമോ? അവനെ കല്ലെറിയും. പ്രൈസ് ദി ലോർഡ്. ലോകം അവനെ പഴിക്കുന്നു, ദുഷിക്കുന്നു, പാപി എന്നാണ് അവനെ വിളിക്കുന്നത്. അവൻ്റെ ഭവനത്തിൽ യേശു വന്നതിനാൽ ആർക്കും സഹിച്ചുകൂടാ. എല്ലാവരും, അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടവർ എല്ലാവരും അവൻ പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സക്കായിയോട് യേശു പറഞ്ഞു, ജനം പിറുപിറുക്കയിൽ അവർക്ക് കൊടുക്കേണ്ട മറുപടി നിന്റെ വാക്കല്ല, ഞാനാണ് അവരോട് മറുപടി പറയേണ്ടത്. യേശു പുറത്തു വന്ന് ആ ജനങ്ങളോടെല്ലാമായി അഭിമുഖമായി കർത്താവ് പറയുകയാണ്,
കാണാതെ പോയതിനെ കണ്ടുപിടിക്കുവാനല്ലയോ രക്ഷിപ്പാനല്ലയോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ സഖായി കാണാതെ പോയവനെന്ന്, നഷ്ടപ്പെട്ടു പോയവനെന്ന് എൻ്റെ പിതാവ് എന്നോട് സംസാരിച്ചിരിക്കുന്നു. അവനെ നേടിയെടുക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഭവനത്തിൽ കർത്താവ് വന്നത് നമ്മെ നേടിയെടുക്കുവാനാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയവരായിരുന്നു. നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും നമ്മെക്കുറിച്ച് സ്വർഗത്തിൽ ഒരു റെക്കോർഡുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ പേർ ചൊല്ലി വിളിച്ച് സഖായി എന്നുള്ള പേരും കറക്റ്റായിട്ട് നിന്നെ വിളിച്ചു. മരത്തിൻ്റെ കീഴിൽ വന്നു നിന്നുകൊണ്ട് കർത്താവ് മുകളിലേക്ക് നോക്കി പറയാം, സഖായി. അവൻ്റെ പേര് യേശുവിനോട് ആര് പറഞ്ഞു? ആ പേര് സ്വർഗത്തിൽ അറിയാം. അവൻ നഷ്ടപ്പെട്ടു പോയ സഖായി. അവനെ തിരികെ കൊണ്ടുവരുവാൻ, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തിന് ക്രിസ്തുവിൻ്റെ ആഴമായ സ്നേഹത്തിൻ്റെ ധാര തിരിച്ചറിയുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ ഇതാ യേശു അവനിരുന്ന മരത്തിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ്. കർത്താവ് ജനങ്ങൾക്ക് മറുപടി കൊടുത്തു. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവ് രാപാർത്തത്? ഇവിടെയാണ് നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം. ഈ രാത്രിയിൽ നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു. ഒന്ന് കയറി ഇറങ്ങി പോയാൽ പോരെ? ഇല്ലെങ്കിൽ ഒരു അത്താഴം കഴിച്ചിട്ട് അവിടെ നിന്ന് പോയാൽ പോരെ? എന്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ പാർക്കണം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിന് ആ ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. ആ പാപിയായ മനുഷ്യൻ്റെ ഭവനത്തിൽ വാഴ്ച നടത്തുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, ഇരുട്ടിൻ്റെ അധികാരമുണ്ട്, രാത്രിയുടെ ശക്തിയുണ്ട്. ആ ശക്തി ദൈവത്തിന് കാണണം, ദൈവത്തിന് കീഴടക്കണം. ആ ശക്തി പാപം നിറഞ്ഞ ശക്തിയാണ്. അവൻ പാപം നിറഞ്ഞ മനുഷ്യനാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ശക്തിക്ക് വിടുതൽ കൊടുക്കണം. യേശു അവിടെ പാർത്തെങ്കിലേ മതിയാവും. ആ രാത്രിയിൽ കർത്താവ് അവിടെ പാർത്തു. ആ ഭവനത്തിന്മേൽ പോരാടുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളെ തിരിച്ചറിഞ്ഞു, അവയെ ശാസിച്ചപ്പോൾ സഖായിയുടെ നാവ് തുറന്ന് പറയുകയാണ്, ഞാൻ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരട്ടി തിരികെ കൊടുക്കുന്നു. എൻ്റെ വസ്തുക്കളെല്ലാം വിഭാഗിക്കുന്നു, പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് വേണ്ട. അവനിലൊരു കണ്ണുനീര്, ഭവനത്തിൽ ഒരു വലിയൊരു മാനസാന്തരം വന്നിട്ട് ഭവനത്തിൽ വന്നതല്ല, കർത്താവ് വന്നപ്പോൾ മാനസാന്തരപ്പെട്ടതാണ്. നാം മാനസാന്തരപ്പെട്ടതിന് ശേഷം കർത്താവെ എൻ്റെ മാനസാന്തരപ്പെട്ട ഭവനത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ നിന്നും വരില്ല. കർത്താവിന് വേണ്ടവരുടെ ഭവനത്തിൽ, ജീവിതത്തിൽ യേശു കടന്നു ചെല്ലും. അവനൊരു ക്ലീനിങ് പവറുണ്ട്. അവന് വേണ്ടതുപോലെ, അവന് ഇഷ്ടമുള്ളതുപോലെയുള്ള ഒരു ശുദ്ധീകരണം ചെയ്തതിന് ശേഷം യേശു അവിടെ താമസിക്കും. നമ്മുടെ ക്ലീനിങ്ങിൽ കർത്താവ് അത്ര തൽപരനല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ആലയത്തിൽ കർത്താവ് ചെന്നപ്പോൾ ധാരാളം കച്ചവടക്കാരെ കണ്ടു. ആലയത്തിൻ്റെ സ്പേസ് മുഴുവൻ അവർ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. പിതാവിൻ്റെ ആലയം. കർത്താവിൽ പെട്ടെന്ന് ഒരു എരിവുണ്ടായി. കച്ചവടക്കാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു പുറത്താക്കി. അതിനുശേഷം കർത്താവ് പറയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. അപ്പോൾ ഈ കള്ളന്മാരുടെ ഗുഹയിലേക്ക് കർത്താവ് കടന്നു വന്നിട്ടാണ് അതിനെ കള്ളന്മാരെ പുറത്താക്കിയത്. ആ ഗുഹ പ്രാർത്ഥനയുടെ ഗുഹയായി മാറി, പ്രാർത്ഥനയുടെ ആലയമായി ശുദ്ധീകരിച്ചു. നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ ഒരുക്കങ്ങളുമൊക്കെ അല്പമേ ഉള്ളൂ. നമ്മുടെ ജ്ഞാനം കൊണ്ടും നമ്മുടെ സൗകര്യാർത്ഥവും ചെയ്യുന്നതായ കാര്യമാണ്. ഒരിക്കൽ കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു മനുഷ്യനിൽ നിന്ന് ദുരാത്മാവ് പുറപ്പെട്ടു. ചതുപ്പുള്ള സ്ഥലത്തുകൂടെ തണുപ്പുള്ള സ്ഥലത്തും കൂടെ അലഞ്ഞു തിരിഞ്ഞു. എങ്ങും പാർക്കുവാൻ സ്ഥലമില്ലായകയാൽ ഞാൻ എവിടെ നിന്ന് വിട്ടുപോരുന്നോ അവിടേക്ക് പോകുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാം ക്ലീനാക്കിയിട്ടിരിക്കുക. തന്നെക്കാളും ബലമേറിയ മറ്റ് 6-7 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് അവിടെ പാർത്തത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ക്ലീനാക്കി അശുദ്ധമായിട്ടുള്ളതിനെ എല്ലാം മാറ്റി അങ്ങനെ ശുദ്ധമാക്കി വെച്ചെടുത്ത് ഒക്യുപ്പേഷൻ നടന്നില്ല. അവിടെ കർത്താവ് വരേണ്ടതല്ലേ, വന്നില്ല.
കാരണം വീണ്ടും വാതിൽ തുറന്നിട്ടിരിക്കുക. വാതിൽ അടച്ചിട്ടില്ലെന്ന്. ഒരുവൻ ഇറങ്ങിപ്പോയപ്പോൾ ആ വാതിൽ അതുപോലെ തുറന്നിട്ടിരിക്കുക. വീട് ശുദ്ധമാണ്, പക്ഷെങ്കിൽ വാതിൽ അടച്ചിട്ടില്ല. ആ വാതിൽ കൂടെ തള്ളിക്കയറുവാൻ സൗകര്യം. എന്നാൽ യേശു അവിടെ നമുക്ക് തരുന്നതായ ഒരു ബുദ്ധി ഉപദേശമുണ്ട്. നമ്മുടെ ക്ലീനിങ് കൊണ്ടും നമ്മുടെ ശുദ്ധീകരണവും കൊണ്ടും ദൈവത്തിന് വസിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ ഏത് അശുദ്ധമായിടത്തും കർത്താവ് കടന്നു വരുമ്പോൾ ദൈവം തന്നെ ഒരു ശുദ്ധീകരണം അവിടെ നടത്തും. ദൈവത്തിൻ്റെ ഇഷ്ടം പോലൊരു ശുദ്ധീകരണം നടത്തും. ദൈവത്തിൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവിന് അറിയാം. അവിടെയുള്ളതായ ഗുഹകളിൽ ഒളിഞ്ഞിരിക്കുന്നതായ പാപ സ്വഭാവങ്ങളെ കർത്താവിന് നന്നായിട്ട് അറിയാം. നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് പലപ്പോഴും സഹാനുഭൂതി, ഇന്ന സ്വഭാവത്തോട് എങ്ങനെയാണ് യാത്ര പറയുന്നത്, ഇന്ന കാര്യങ്ങളോട് എങ്ങനെയാണ് നമ്മൾ വിട പറയുന്നത്, കുറച്ചൊക്കെ അങ്ങുഞ്ഞൊക്കെ ബാക്കി വയ്ക്കും. എന്നാൽ യേശു അവിടെ കടന്നു വരുമ്പോൾ മുഴുവനായ ഒരു വ്യത്യാസമുണ്ടാകും. ഇതാ സഖായിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ശുദ്ധീകരണം. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം നടന്നത്. ഒരു സമയത്ത് പിറുപിറുത്തവർ അത് കണ്ടാശ്ചര്യപ്പെടുവാൻ ഇടയായി. ദൈവം സ്നേഹിക്കുമ്പോൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ, പ്രിയരെ, മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ, അഭിനന്ദനം കിട്ടുമെന്ന് വിചാരിക്കരുത്. നിന്റെ വീട്ടിൽ യേശു കടന്നു വന്നതിനാൽ, ഒരു രക്ഷ നിന്റെ ഭവനത്തിൽ കടന്നു വന്നതിനാൽ നിന്റെ നേരെ പിറുപിറുക്കുന്ന ജനം, നിന്റെ നേരെ നീ ചെയ്തിട്ടില്ലാത്ത അനേക പാപങ്ങളെ എടുത്തുകൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ച് നിന്നെ ലജ്ജിപ്പിക്കുവാൻ പതിയിരിക്കുന്ന മനുഷ്യർ. എന്നാൽ കർത്താവ് കടന്നു വരുമ്പോൾ ആ വാതിലിനെ കർത്താവ് അടച്ചു. ആ രാത്രി കർത്താവ് അധികാരമേൽക്കുകയാണ്. നിന്റെ മേൽ പോരാടിക്കൊണ്ടിരുന്ന അന്ധകാര ശക്തിയിന്മേൽ യേശു അധികാരമേറ്റെടുക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ടാകുന്നു, ശുദ്ധീകരണമുണ്ടാകുന്നു. മറ്റുള്ളവരോട് പറയുവാൻ ദൈവത്തിനൊരു മറുപടിയുണ്ട്. നീ മൗനമായിരുന്നാൽ നിന്റെ ഭവനത്തിൽ ചെയ്യുന്നതായ പ്രവൃത്തിയുടെ എല്ലാ വിശദാംശങ്ങളും ശത്രുക്കൾക്ക് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമ്മൾ മൗനമായിരുന്നാൽ മതി. എന്തുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിച്ചു എന്ന് ലോകത്തിൽ പല ചോദ്യങ്ങളുമുണ്ട്. അനേക നീതിമാന്മാരെ കാണിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്നതായ സൗഭാഗ്യങ്ങൾ ഈ പാപിയായ മനുഷ്യന് കൊടുത്തത് എന്തിന്, ഈ പാപിയായ മനുഷ്യൻ്റെ വീട്ടിൽ യേശു ഉറങ്ങിയതിൻ്റെ കാരണമെന്ത് എന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പിറുപിറുക്കുന്ന ഒരു സമൂഹത്തോട് മറുപടി പറയുവാൻ നിന്റെ കയ്യിൽ വാക്കുകളില്ല. നിന്നെ അവർ വിളിക്കുന്നത് ഭാവി എന്നാണ്. നിന്നെ അവർ വെറുക്കുന്നു. നിന്റെ മുഖം പോലും നോക്കുവാൻ അവർക്ക് ഇഷ്ടമില്ല. എന്നാൽ യേശു നിന്നെ പ്രകാശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ മുഖത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ കടന്നു വരും. മറുപടി നിനക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ കർത്താവ് നമ്മോട് സംസാരിച്ചതായ വചനങ്ങളിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുദ്ധീകരണവും അത് ദൈവത്തിൻ്റെ വാസത്തിന് യോഗ്യമായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവം അവിടെ കടന്നു വരുമ്പോൾ, അതേത് അവസ്ഥയിലാണെങ്കിലും കർത്താവ് അവിടെ കടന്നു വരുമ്പോൾ, നീ ദൈവത്തിനുള്ളവനെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പ് സ്വർഗം നിന്നെ കണ്ടിട്ടുള്ളവനെങ്കിൽ, നീ ഏത് കുഴിയിൽ കിടന്നിരുന്നാലും നിന്നെ തേടി കർത്താവ് അവിടെ വരും. നീ ലിസ്റ്റിൽപ്പെട്ടവനാ. കർത്താവിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ്, ഇന്നടത്ത് ഇന്നാരെ പിടിച്ചുകൊണ്ടുവാ. പ്രൈസ് ദി ലോർഡ്. സഖായിയ, നീ താഴെ ഇറങ്ങി വാ. നിന്നെ താഴെ ഇറക്കി കൊണ്ടുവന്ന് നിന്റെ ഭവനത്തിൽ പാർക്കുന്ന ജോലി കർത്താവാണ് ചെയ്യുന്നത്. ആ കർത്താവ് ആരെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വലിയൊരു മോഹം, ഒരു ജാഗ്രതയോടെയുള്ള ഒരു അന്വേഷണം, നിന്റെ ശരീരത്തിൻ്റെ വൈകല്യങ്ങളും ബലഹീനതകളും അതിന് തടസ്സം നിൽക്കാതെ അതിനങ്ങേപ്പുറത്ത് നീ ചിന്തിച്ച് നീ അതിനുവേണ്ടി ഓടുന്ന ഒരു ഓട്ടം കർത്താവ് മാന്യതയുള്ള ഒരുക്കമായി കാണുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിന്റെ ജീവിതത്തിൽ വ്യതിയാനമുണ്ടാക്കട്ടെ. യേശുവിനെ കാണുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് പേർ ചൊല്ലി വിളിച്ചതായ, ഓമന പേർ ചൊല്ലി വിളിച്ചതായ ആ സ്നേഹത്തെ ഓർക്കുവാൻ, കാണുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.